പാടില്ല. ഹാഫിളു അലസ്സലവാത്ത്, ഖുർആൻ പറഞ്ഞില്ലേ മോനെ, നിന്റെ നിസ്കാരത്തെ നീ സൂക്ഷിക്കണേ. സമയമായാൽ നീ നിസ്കരിക്കണം. അതേ നിസ്കാരത്തിന്റെ സമയമായാൽ പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കല്ല. അതേ സമയമായ ഉടനെ നീ നിസ്കരിക്കണേ. സമയമായിട്ട് പിന്നെ നീ നിസ്കരിക്കാതെ ആ സമയത്ത് നീ മരിച്ചുപോയാൽ അതേ നിനക്ക് എത്തിപ്പെട്ട സമയത്തുള്ള നിസ്കാരം വീട്ടിലില്ല എന്ന തെറ്റ് നിന്നിലുണ്ട്. അതുകൊണ്ട് സമയമായി കഴിഞ്ഞാൽ എന്റെ ഇതൊന്ന് തീർന്നോട്ടെ എന്ന് നീട്ടിവെക്കല്ല. നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണേ. അപ്പൊ നിസ്കാരത്തെ സൂക്ഷിക്കണം, നിസ്കാരത്തിലും നമ്മൾ സൂക്ഷിക്കണം. രണ്ടും വേണം. എന്റെ ജീവിതത്തിൽ നിസ്കാരം സൂക്ഷിക്കണേ. ചില ആളുകളൊക്കെ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ട്, അതെ നിസ്കാരം ഖളായി പോയാ പിന്നെ ഖളാ വിട്ടേണ്ടതില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഹജ്ജ് കർമ്മം അതേ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഹജ്ജിന്റെ അവകാശിയായിട്ട് എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്റെ സമ്പത്ത് ഉപയോഗിച്ച് എന്റെ മക്കൾക്ക് എനിക്ക് വേണ്ടിയുള്ള ഹജ്ജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം ഞാൻ അങ്ങ് നിസ്കരിച്ചു വീട്ടേണ്ടതാണ്. അതിൽ വേറെ അപ്പീലില്ല. അതുകൊണ്ട് സമയമായാൽ നിസ്കാരം ഖളാക്കാൻ പാടില്ല. നിസ്കാരത്തെ ഒഴിവാക്കി കളയാൻ പാടില്ല. നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവായി പോകാൻ പാടില്ല. ഒന്ന്, നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൽ ആത്മാർത്ഥത, ഖുശൂഅ് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ചിന്തകൾ മറ്റുള്ളയിടത്തേക്ക്. നമ്മൾ തക്ബീർ കെട്ടിയാലാണ് നമുക്ക് മറന്നുപോയ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരിക, അല്ലേ? ഈ ആഴ്ചയിൽ ഇപ്പൊ എവിടെയൊക്കെ കല്യാണത്തിന് പോകാണ്ട്, എവിടെയൊക്കെ വീട് താമസമുണ്ട്, എവിടെയൊക്കെ പരിപാടികളുണ്ട്, അല്ലെങ്കിൽ കച്ചവടത്തില് ആരൊക്കെ പൈസ തരാണ്ട്, ആ ലിസ്റ്റ് ഇങ്ങനെ പറ്റുബുക്ക് മുഴുവൻ ഇങ്ങനെ ഓർമ്മ വരും. അല്ലാത്ത സമയത്ത് ഒരാളെ പേര് പോലും ചോദിച്ചാൽ കിട്ടൂല. കിട്ടാത്തൊരു കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ടെ എന്ന് പറയേണ്ട അവസ്ഥയായി, അല്ലേ? നമ്മുടെ നിസ്കാരം അങ്ങനെ ആയിപ്പോയി. പഠിച്ചവനെ, സ്വഹാബത്തിന്റെ നിസ്കാരം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അവര് നിസ്കാരത്തിലേക്ക് തിരിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. നിസ്കാരത്തിലേക്ക് തിരിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഒന്നും അവരറിയുന്നില്ല. നമ്മളൊരു കൊതുക് വന്ന് കുത്തുമ്പോഴേക്ക് നമ്മളാകെ ജർക്കിങ് ആയി പോയില്ലേ? കൊതുകിനെ ശാസ്ത്രീയമായി വളരെയധികം സാഹസികമായി കൊല്ലുന്ന പരിപാടിയാണ് പല ആളുകൾക്കും നിസ്കാരത്തില്. കൊതുവിനെ വല്ല 3 പ്രാവശ്യം അനങ്ങാത്ത രീതിയിൽ കൊതുവിനെ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് നിസ്കാരത്തിൽ പല ആൾക്കാർക്ക്. നിസ്കാരത്തിൽ നമ്മൾ സൂക്ഷിക്കണം. നിങ്ങൾ എല്ലാവരും നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയോടെ നിസ്കരിക്കണം, ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിസ്കാരത്തിലേക്ക്. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇൻ കുൻത ഫിസ്വലാത്തി ഫഹ്ഫൽ ഖൽബക, മോനെ നിന്റെ ഹൃദയത്തെ നീ നിസ്കാരത്തിൽ പിടിച്ചു കെട്ടണം. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു ശൈഇൻ യുർഫഉ ഫീ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂഉ ഹത്താ ലാ തറാ ഫീഹാ ഖാശിആ. കാണുന്ന അമലുകളെല്ലാം ലാ തറാ ഫീഹാ ഖാശിആ. അതെ, കുറെ കർമ്മങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടാകും, കുറെ പദ്ധതികൾ ഇങ്ങനെ നടക്കുന്നുണ്ടാകും. ഒരൊറ്റൊന്നിലും നിങ്ങൾക്ക് ആത്മാർത്ഥത കാണൂല. അവസാന നാളാകുമ്പോ അല്ലാഹ് ആദ്യം ഉയർത്തിക്കളയുന്നത് അതെ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ', ആത്മാർത്ഥത അങ്ങ് എടുത്തു കളയും കേട്ടോ. അത് നിസ്കാരത്തിലായാലും അല്ലാത്ത കാര്യങ്ങളിലായാലും പേരിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രശസ്തിക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, മീഡിയയിൽ 4 ആൾ അറിയാനാണ്, പത്രത്തിൽ 2 അക്ഷരത്തിൽ വരാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തി കൊണ്ടൊന്നുമില്ല, ഒരു കാര്യവുമില്ല. ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിലും അത് ഖൽബിൽ നിന്ന് ഇഖ്ലാസോടെ ഈമാനോടെ ചെയ്താൽ അല്ലാഹു നമ്മൾ അറിയാത്ത രീതിയിൽ അതിനെ വലുതാക്കി തരും കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവസാന നാളാകുമ്പോ ഇഖ്ലാസ് അങ്ങ് ഉയർത്തിക്കളയുന്നു, ഖുശൂ' അങ്ങ് ഉയർത്തിക്കളയുന്നു.
നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നിൽക്കേണ്ട രൂപം പറയാണ്, ലാ യസാലുല്ലാഹു മുഖ്ബിലൻ അലൽ അബ്ദി ഫി സ്വലാത്തിഹി മാ ലം യൽതഫിത് വഇദാ സറഫ വജ്ഹഹു ഇൻസറഫ അൻഹു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ അല്ലാഹു തആല അവനെ കൂടുതൽ ശ്രദ്ധിക്കുന്നു, അവന്റെ മുമ്പിലുണ്ട്. അതേ സമയത്ത് ലാ യസാലുല്ലാഹു മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തി മാ ലം യൽതഫിത്, അവന്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളയുന്നില്ല എങ്കിൽ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല, ഖൽബ് പല ഭാഗത്തേക്കും വിടുന്നില്ല, അല്ലാഹുവിൽ മാത്രം കേന്ദ്രീകരിച്ച മനസ്സോടെ നിസ്കരിക്കുമ്പോ അല്ലാഹ് നിന്റെ മുമ്പിൽ തന്നെയുണ്ട്. വഇദാ സറഫ വജ്ഹഹു, നിന്റെ മുഖം അല്ലാഹുവിൽ നിന്ന് നീ തിരിച്ചു കളഞ്ഞാൽ ഇൻസറഫ അൻഹു, അല്ലാഹ് നിന്നിൽ നിന്ന് തിരിഞ്ഞുപോയി മോനെ. അതുകൊണ്ടാണ് മഹാന്മാരായ നബിമാരെല്ലാവരും പഠിപ്പിച്ചതിൽ ലുഖ്മാനുൽ ഹകീം തങ്ങളെ പഠിപ്പിച്ചത്, ഇൻ കുൻത ബിസ്വലാത്തി ഫഹഫൽ ഖൽബക, നിന്റെ നിസ്കാരത്തിൽ നീ നല്ല ഖുശൂഉള്ള മനുഷ്യനാകണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിസ്കാരം നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വൈലുൽ ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിച്ച, ഉസ്താദ് കാണാൻ, വാപ്പ കാണാൻ, ഉമ്മ കാണാൻ, നാട്ടുകാർ കാണാൻ, കൂടുതൽ റവാത്തിബ്, കൂടുതൽ സുന്നത്ത്, മുത്ലഖൻ സുന്നത്ത്, ളുഹ, തഹജ്ജുദ്, ആരുമില്ലെങ്കിൽ ഇതൊന്നുമില്ല. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. ജനങ്ങൾ കാണാൻ വേണ്ടിയുള്ള നിസ്കാരം. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമാണ്. വിശുദ്ധ ഖുർആൻ